ബഹുമാന്യ സ്വഹാബി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻ കുന്ത സ്വഇമൻ ശഹറൻ ബഅദ റമളാൻ, റമളാന് ശേഷം ഒരു മാസം നോമ്പനുഷ്ഠിക്കാൻ ഉദ്ദേശിച്ചാൽ ഫസുമിൽ മുഹറമ, മുഹറം മാസത്തിൽ നീ നോമ്പനുഷ്ഠിക്കണം. എന്തെയാ മുഹറമിന്റെ പ്രത്യേകത? ഫഇന്ന ഫീഹി യൗമൻ, ആ മാസത്തിൽ ഒരു ദിവസമുണ്ടത്രേ. എന്താ ദിവസത്തിന്റെ പ്രത്യേകത? താബല്ലാഹു അലാ ഖൗമിൻ, മുൻഗാമികളാകുന്ന ഒരു വിഭാഗം ആളുകളുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചത് ആ ദിവസത്തിലാണ്. ആ പരിശുദ്ധമായ മുഹറം മാസത്തിലെ പ്രത്യേകമായ ദിവസത്തിലാണ് അവരുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചത്. വയതൂബു അലാ ആഖിരീൻ, പിൻഗാമികളുടെ പാപങ്ങൾ പൊറുക്കുന്നതും ആ മാസത്തിലെ സുന്ദരമായ ദിവസത്തിലാണ്. ആ ദിവസമാണ് നമുക്ക് നാളെ സമാഗതമാകുന്നത്. നാളെ ആശൂറാന്റെ ദിവസമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസ്സിഉ അലാ അഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും നിങ്ങൾ വിശാലത കാണിക്കേണ്ട, ഭക്ഷണത്തില് സാമ്പത്തികമായിട്ട് വിശാലതയോടുകൂടി പെരുമാറേണ്ടത് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും സൗഹൃദങ്ങൾ പുതുക്കാനും നന്മകളുമായി ബന്ധപ്പെടാനും പറ്റുന്ന സുന്ദരമായൊരു ദിവസമാണ് ആശൂറാന്റെ ദിവസം. നാളത്തെ ദിവസം നോമ്പനുഷ്ഠിച്ചാൽ ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. മുൻകഴിഞ്ഞു പോയി ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്ന വരിഷ്ഠമായ ദിവസമാണ് പരിശുദ്ധമായ മുഹറമിന്റെ നാളത്തെ ദിവസം. അതുകൊണ്ട് ആരും വിസ്മരിക്കരുത്, കർമ്മങ്ങളുമായി ബന്ധപ്പെടണം. അള്ളാഹു നമുക്കെല്ലാവർക്കും പരിപൂർണ കബൂലിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീന യാ റബ്ബൽ ആലമീൻ.